ചിക്മംഗ്ലൂരുവിലെ മാണിക്യധാരയിൽ വിനോദയാത്രയ്ക്കിടെ 15-കാരിയായ ശ്രീനന്ദ മലയിടുക്കിലേക്ക് വീണ സംഭവത്തിൽ കൊലപാതക സാധ്യത തള്ളിക്കളയാനാവില്ല. ശ്രീനന്ദ ബാരിക്കേഡ് മറികടന്ന് പാറയ്ക്കടുത്തുപോയി താഴേക്ക് നോക്കിയിരുന്നുവെന്നും ഒരിക്കൽ വിലക്കിയപ്പോൾ തിരികെ വന്ന കുട്ടി രണ്ടാമതും അവിടേക്ക് പോയതാകാം അപകട കാരണമെന്നുമാണ് ബന്ധുക്കളുടെ പ്രാഥമിക മൊഴി. എന്നാൽ ജനത്തിരക്കുള്ള ആ വ്യൂ പോയിന്റിൽ നിന്ന് കുട്ടി എങ്ങനെ വീണു എന്നതിലോ ആരെങ്കിലും തള്ളിയിടാൻ സാധ്യതയുണ്ടോ എന്നതിലോ കൃത്യമായ ഉത്തരം നൽകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപകടമരണമെന്ന നിഗമനത്തിലാണ് ചിക്മംഗ്ലൂരു പോലീസെങ്കിലും ശ്രീനന്ദ മലയിടുക്കിലേക്ക് വീണ സാഹചര്യം ഇപ്പോഴും അവ്യക്തമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയുടെ വലതുഭാഗത്തേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ മുറിവുകൾ ആരെങ്കിലും തള്ളിയിട്ടാലും സംഭവിക്കാവുന്നതാണ്. എന്നാൽ ഇത് അന്വേഷിക്കാൻ പോലീസിന് താൽപ്പര്യമില്ല. അവിടെ ഒരു CCTV ക്യാമറയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ സത്യം പുറത്തുവരുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ സുഹൃത്ത് പകർത്തിയ ഒരു സെൽഫിയാണ് ശ്രീനന്ദയുടെ അവസാന ചിത്രം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അസ്വാഭാവികതയില്ല എന്ന പരാമർശം അന്വേഷണത്തെ സ്വാധീനിക്കുമോ എന്നാണ് ഭയം. 1500 അടി താഴ്ചയുള്ള മലയിടുക്കിൽ പാറകളിലും മരങ്ങളിലും തട്ടിയാകാം പരിക്കുകളുണ്ടായതെന്ന് പോലീസ് പറയുമ്പോഴും ഈ വീഴ്ച സ്വയമേവ സംഭവിച്ചതാണോ എന്നുറപ്പിക്കാൻ ശാസ്ത്രീയ തെളിവുകൾ ഇനിയും ആവശ്യമാണ്. ആശകൾ ബാക്കിവെച്ച് പ്രിയപ്പെട്ടവരെ തോരാ കണ്ണീരിലാഴ്ത്തി ശ്രീനന്ദ യാത്രയായി. 10ാം ക്ലാസ് പരീക്ഷാഫലം കാത്തിരിക്കെയായിരുന്നു ഈ വിയോഗം. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഐവർമഠം ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. നാടിന്റെയാകെ പൊന്നോമനയായ ശ്രീനന്ദയെ അവസാനമായി കാണാൻ ആയിരങ്ങളാണ് കടമ്പടിപ്പുറത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. VK ശ്രീകണ്ഠൻ MP, K പ്രേംകുമാർ MLA തുടങ്ങിയ ജനപ്രതിനിധികളും സഹപാഠികളും അധ്യാപകരും തേങ്ങലടക്കാൻ പാടുപെട്ടു. മൃതദേഹത്തിൽ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ പാലക്കാടിന്റെ കണ്ണീരും ഭാരതപ്പുഴയിൽ അലിഞ്ഞുചേർന്നു.